ഇതാണ് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ അതിഥി എനിക്ക് സമ്മാനമായി നൽകിയത്. മുട്ട ഒന്ന് മാത്രമേ അടന്ന് മാറിയിട്ടുള്ളൂ. 10 പേര്, 1 2 3 4 5 6 7 8 9 10 പേരുണ്ട്. അടിയിലൊരാളുണ്ട്. 10 പേര്. ഈ 10 പേരിലും കുഞ്ഞുങ്ങൾ തയ്യാറായിരിക്കും. അതായത് നല്ല ഏകദേശം എനിക്ക് തോന്നുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അമ്മയെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അത് ഏകദേശം 25 ദിവസമൊക്കെ ആയിട്ടുള്ളത് മുട്ട. അല്ല, ഏകദേശം എനിക്ക് തോന്നുന്നു ഇനിയൊരു 35-40 ദിവസമായി കാണും എന്നാണ്. കാരണം കുഞ്ഞുങ്ങൾ അനക്കം വെക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ നമ്മൾ അങ്ങോട്ട് തള്ളുമ്പോൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ തുടിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഇതിനു മുന്നേയും പെരുമ്പാമ്പിൻ്റെ മുട്ടയൊക്കെ കണ്ടു പരിചയപ്പെട്ടു. പക്ഷേ മറ്റൊരു പ്രത്യേകത, ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് മുട്ടകൾ മാറ്റി വെച്ച് പഠിക്കാൻ കഴിഞ്ഞില്ല. പണ്ട് നമ്മുടെ അമ്മമാർ പറയും കോഴി മുട്ടയുടെ മുട്ട വിരിയുന്നതിന് മുന്നേ അമ്മമാർ പെടയും ചാവലും തിരിച്ച് പറയുന്നു. അമ്മമാർ പറഞ്ഞു ചാവലെന്ന് പറയുമ്പോൾ മുട്ട നീളം വെക്കുന്നതാണ്, നീളമുള്ള മുട്ടയാണ് ചാവൽ അല്ലെങ്കിൽ ആൺകുഞ്ഞുങ്ങളെന്ന് പറയുന്നത്, നീളം കുറഞ്ഞ മുട്ടയിൽ പെൺകുഞ്ഞുങ്ങളെന്ന്. പക്ഷേ എനിക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞാൻ 1-2 പ്രാവശ്യം, എനിക്ക് ഒരുപാട് സമയം കുറവായതുകൊണ്ട് എനിക്കതിന് മെനക്കെടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് കുറേ പെരുമ്പാമ്പിൻ്റെ മുട്ടകൾ കിട്ടുമ്പോൾ ഞാനത് മാർക്ക് ചെയ്തിട്ട് നീളം കൂടിയ മുട്ടകൾ അടയാളപ്പെടുത്തി വെക്കുകയും നീളം കുറഞ്ഞ മുട്ടകൾ അടയാളപ്പെടുത്തി വെക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാർ പണ്ട് പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം ഈ മുട്ടയിൽ നല്ല നീളം കൂടിയ മുട്ടകളെല്ലാം ആൺകുഞ്ഞുങ്ങളായിട്ട് എനിക്ക് വിരിയിച്ചെടുക്കാൻ കഴിഞ്ഞു. ഉരുണ്ട നീളം കുറഞ്ഞ മുട്ടകളൊക്കെ പെൺകുഞ്ഞുങ്ങളായിട്ട് എനിക്ക് വിരിയിച്ചെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു മുട്ടയും ഞാൻ നശിപ്പിക്കാമല്ലോ. പക്ഷേ മുട്ട വരുമ്പോൾ ചില കുഞ്ഞുങ്ങൾ മരണപ്പെടാം. കാരണം നമ്മൾ മാറ്റിങ് കഴിഞ്ഞ് വരുന്നൊരു കോബ്രയെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുറുക്കനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ മാറ്റിങ് കഴിഞ്ഞൊരു ഇണചേർന്നൊരു അണലിയെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ പിടിച്ച് കൊണ്ടുവന്ന് നമ്മൾ പെട്ടിക്കളച്ചെടുക്കുമ്പോഴോ മാളത്തിൽ നിന്ന് എടുക്കുമ്പോഴൊക്കെ അതിൻ്റെ വൈറ്റ് തയ്യാറായി വരുന്ന ആ മുട്ടകൾക്കൊക്കെ ക്ഷതമുണ്ടാവാം. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ രക്ഷപ്പെട്ടു എന്നിരിക്കാം. പക്ഷേ പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അവയ്ക്ക് മരണം സംഭവിക്കും. അപ്പോൾ അങ്ങനെ ഒക്കെ സംഭവിക്കാറുണ്ട്. ഇതിൽ ഒരു 5 മുട്ട നീളം കൂടിയ മുട്ടകളാണ്, ബാക്കിയുള്ളത് 5 നീളം കുറഞ്ഞ മുട്ടകളാണ്. അപ്പോൾ 5 ഫീമെയിലും 5 പെണ്ണും 5 ആണുമായിരിക്കും. അതുപോലെ അന്ന് അവർ JCBക്ക് മാന്തുമ്പോൾ ഈ മുട്ടയ്ക്കൊരു പരിക്കുണ്ടായിരുന്നു, പൊട്ടി അതിൻ്റെ അകത്തുള്ള ജ്യൂസൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനത് അപ്പോഴ് തന്നെ ഒരു ചെറിയ സംഭവം ചെയ്തു. ഞാൻ നോക്കി അവിടെ സിമൻറ്റ് ഉണ്ടായിരുന്നു, സിമൻറ്റിൻ്റെ പൊടി ഉണക്കാം, ആ വരണ്ട സിമൻറ്റ് എടുത്ത് വെച്ച് അടച്ചു. ഒരു കുഴപ്പമില്ല, ആ മുട്ടയുടെ അല്പം ജ്യൂസേ പോയിട്ടുള്ളൂ. അപ്പോൾ അതിനകത്തും കുഞ്ഞ് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ജ്യൂസ് എന്ന് പറയുമ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് കേടൊന്നുമില്ലാതെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കുള്ള ഒരു സാധനമാണ്, ഒരു ദ്രാവകമാണ് അതിനകത്ത് നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പുറത്തേക്ക് ശലം പൊട്ടിപ്പോയെന്ന് പറഞ്ഞ് അപകടമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മുടെ അമ്മ നമുക്ക് സമ്മാനിച്ച 10 മുട്ടകളാണ്. അദ്ദേഹത്തിന് നമ്മൾ ഒരു കേടും കൂടാതെ നമ്മൾ കൊല്ലം ജില്ലയിൽ പുനലൂരിൽ നിന്ന് കൊണ്ടുവന്നു. ഈ എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളും ഇതിനെയൊക്കെക്കാളും അപ്പുറം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയുടെ ഇന്നത്തെ വൈൻഡപ്പിന് സമയമായി. എന്തായാലും നമുക്ക് അടുത്ത ഭാഗത്ത് അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഒരു പുതിയ അതിഥിയും അല്ലെങ്കിൽ ഒട്ടനവധി പുതിയ അതിഥികളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമ്മുടെ പ്രേക്ഷകർക്ക് സ്നേക് മാസ്റ്റർ ടീമിൻ്റെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.